ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ മന്ത്രി വീണ ജോർജിനെ കാണാനില്ല കേട്ടോ. നിങ്ങൾ പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നോ? വീണ ജോർജിനെ ഇന്ന് വെളുപ്പിന് 4 മണിക്ക് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതെ പോയിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് റെഫർ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ വീണ ജോർജ് തിരുവനന്തപുരത്ത് എത്തിയിട്ടില്ല. തിരുവനന്തപുരത്ത് എവിടെയാണ് പോയതെന്ന് ആർക്കും അറിയില്ല. മന്ത്രിയുടെ ഓഫീസിനും അറിയില്ല മന്ത്രി എവിടെയാണ് എന്നുള്ളത്. കേട്ടോണേ, നമ്മുടെ കാശും കൊണ്ടിട്ട് മന്ത്രി എവിടേക്കോ സുഖവാസത്തിന് പോയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രിക്ക് പെടലിക്ക് വേദനയുണ്ടോ? പെടലി ഉളിക്കായിരുന്നു. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ പെടലി ഉളിക്കിയ മന്ത്രിയെ എന്തിനാണ് കുറ്റം പറയുന്നത്? ആർക്കായാലും പെടലി ഉളുക്കുന്നത്. പെടലി ഉളിക്കാനല്ല കുറ്റം പറയുന്നത്. ഒരു കുഴപ്പവുമില്ലായിരുന്ന മന്ത്രി ഇപ്പോൾ തൻ്റെ ഈ പിള്ളേർ ഇവിടെ പ്രകടനം ചെയ്തു. മന്ത്രി എവിടെ നിൽക്കുന്നു? എത്രയോ ദൂരെയാണ്. ഈ ഗൺമാനാണ് മന്ത്രിയുടെ അടുത്ത് നിൽക്കുന്നത്. ഈ പയ്യനെ ഒരു 10-5 പോലീസുകാരന്മാർ പിടിച്ചിട്ടുണ്ട്. ഈ പയ്യനെ പിടിച്ചു മാറ്റിയിരിക്കുകയാണ്. മന്ത്രി നിൽക്കുന്ന സ്ഥലം നോക്ക്, അതിൻ്റെ 4 ചുറ്റും പോലീസുകാർ ഇപ്പുറത്തുണ്ട്. അവിടെയാണ് ഈ അതും ഒരു ചെറിയ ഒരു തുണി, ഒരു കർച്ചീഫിൻ്റെ അത്രയുള്ള ഒരു കറുത്ത തുണിയും പൊക്കി പിടിച്ചിട്ടാണ് ചെക്കന്മാർക്കാണ് 5 പേരെ കൊലക്കുറ്റത്തിന് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത്. അതും കൂടാതെ ഇന്ന് രാവിലെ വെളുപ്പിന് ആ പയ്യൻ്റെ വീട്ടിൽ, കോഴിക്കോട് അവൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ബോംബെറിഞ്ഞിരിക്കുന്നു. പിന്നെ ഈ നാട് മുഴുവൻ അക്രമം. ഈ പ്രശ്നം, ഈ ഒരു പ്രതിഷേധം നടന്നു കഴിഞ്ഞു. മന്ത്രി വല്ലാത്ത നാടകം, ചെറിയ നാടകമൊന്നുമില്ല, ഒരു കുഴപ്പമില്ലാതെ മന്ത്രി നടന്ന് പ്ലാറ്റ്ഫോമെല്ലാം കഴിഞ്ഞ് 3ാമത്തെ പ്ലാറ്റ്ഫോമിലും ചിരിച്ചുകൊണ്ട് പത്രക്കാരോട് നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ അവർ സമരത്തിന് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചാനലുകാരോടൊക്കെ നല്ലതായിട്ട് ചിരിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന മന്ത്രി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഷംസീറിനെ കണ്ടതിന് ശേഷം ഉടനെ തന്നെ ഒരു കൈ അങ്ങ് കഴുത്തിലേക്ക് വെച്ചു. വലത് കഴുത്തിലേക്ക് ഒരു കൈ വെച്ചിട്ട് അയ്യോ എനിക്ക് കഴുത്തുവേദന എന്ന് പറഞ്ഞു. ശരി, ചിലപ്പോൾ അവർക്ക് വേദന ഉണ്ടായിരിക്കാം. ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ അവരുടെ കഴുത്തുള്ളായിരിക്കും. കുറേ പ്രായമൊക്കെ ആയില്ലേ. പിന്നെ അതുമല്ല, അവരുടെ ആ ഒരു അലർച്ചയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ധിക്കാരവും ധാർഷ്ട്യവും, ഇപ്പം കേസുവിനെ പയ്യന്മാരെ തല്ലുമെന്നുള്ള രീതിയിൽ അവരെ അങ്ങോട്ട് ചാടുമായിരുന്നു. അങ്ങോട്ട് ചാടിക്കയറി ചെല്ലുമ്പോൾ പോലീസുകാർ അവരെ തടയുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ അവർക്ക് ഏതെങ്കിലും രീതിയിൽ പെടലി ഉളുക്ക് പറ്റിയതാവാം. ചിലപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് പറയുന്നു. പക്ഷേ ആ ഉളുക്ക് പറ്റിയത് KSUക്കാർ ആക്രമിച്ചത് കൊണ്ടാണ് എന്നും പറഞ്ഞിട്ട് അവരെ മേളിൽ കൊലക്കുറ്റത്തിനൊക്കെ കേസെടുത്തിട്ട് അവരെ അകത്തിടുക. ഈ കാര്യങ്ങളൊന്നും അറിയാതെ തന്നെ ഉടനെ തന്നെ 5 മിനിറ്റിനുള്ളിൽ മുഖ്യമന്ത്രി വരിക. എൻ്റെ ദൈവമേ, സ്ട്രക്ചർ കയറി മന്ത്രിയെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. അതിനുശേഷം അവിടുത്തെ ഓരോ സ്വിച്ച് കയ്യിലും വിരലിലും ഒക്കെ ഓരോന്നൊക്കെ ഘടിപ്പിച്ചിരിക്കുക. എൻ്റെ അമ്മ ICUവിൽ, അതുപോലെ വെന്റിലേറ്ററിൽ കിടന്ന ഒരാളാണ്. എൻ്റെ അച്ഛൻ ICUവിലായിരുന്നു, എൻ്റെ അമ്മ വെന്റിലേറ്ററിൽ കിടന്നിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ നിന്ന ഒരാളെന്ന നിലയിൽ ഹോസ്പിറ്റലിലെ ഒരു സാഹചര്യം, ICU എന്ത് പറഞ്ഞാൽ എന്താണ്, ICUവിലെ സജ്ജീകരണങ്ങൾ എന്താണ്, ICUവിലെ ഡ്രസ്സ് എന്താണ്, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു ICUവിൽ ജില്ലാ ആശുപത്രിയിലും ഒബ്സർവേഷൻ, ചിലപ്പോൾ എമർജൻസിയിൽ കയറ്റിയതായിരിക്കും. ഒരു സ്വിച്ച് പോലും ഇട്ടിട്ടില്ല. കയ്യിൽ അതും ഇതൊക്കെ കുത്തിവെച്ചിരിക്കുന്നത്. ജസ്റ്റ് പോട്ടൊരു ക്യാനുല നമ്മുടെ ഈ കയ്യിൽ കുത്തിയിടുമല്ലോ ഇഞ്ചക്ഷൻ. നമ്മൾ എപ്പോഴും സൂചി ഇടാതിരിക്കാൻ വേണ്ടി, മരുന്നുകൾ കയറ്റാൻ വേണ്ടിയിട്ട് ഡ്രിപ്പ് ഇടാൻ വേണ്ടി ക്യാനുല ഇടും. അതുപോലും ആ ഒരു ക്യാനുല പോലും ഇട്ടിട്ടില്ല കയ്യിൽ. അതാണ് ഒരു വ്യക്തി, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ ICUവിൽ പ്രവേശിപ്പിക്കുക അതുപോലും ഇല്ലാത്ത ഒരു മന്ത്രിയൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് സമ്മതിച്ചു കൊടുക്കുക? ഇതിനൊരു വേദനയ്ക്ക് ഒരു വേദന സംഹാരി ഇഞ്ചക്ഷൻ പോലും എടുത്തിട്ടില്ലേ? ഇതൊരു നമ്മുടെ ഒരു ചോദ്യമാണ്. നമ്മൾ ഏതൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാലും ആദ്യം അവരെ ഇവിടെ കിടത്തണം, അവരെ അഡ്മിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ആദ്യം ഒരു സിസ്റ്റർ കൊണ്ടുവന്ന് നമ്മളെ കയ്യിൽ ക്യാനുല ഘടിപ്പിക്കും. കാരണം എപ്പോഴും കുത്തുമ്പോൾ നമ്മുടെ കൈക്ക് വേദന ഉണ്ടാവാതിരിക്കാനുള്ള കാര്യമാണ്. ക്യാനുല കുത്തിയിടും, അതിനകത്തൂടാണ് പിന്നെ മരുന്ന് കയറുന്നത്. അപ്പം നമുക്ക് ഒരു പ്രാവശ്യം മാത്രം കുത്തിയാൽ മതി, അതിനെ ഒട്ടിച്ചങ്ങ് കയ്യിൽ വെച്ചോളും. ഭക്ഷണം കഴിക്കുമ്പോഴായാലും ബാത്റൂമിൽ പോകുമ്പോഴായാലും എല്ലാം അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളയും ഹോസ്പിറ്റലുമായിട്ട് ഒരു നിമിഷമെങ്കിലും ഇടപഴകിയുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊന്നും അവിടെ കണ്ടില്ല. അപ്പോൾ ഈ KSUവിൻ്റെ പിള്ളേർ ഈ ഒരു കർച്ചീഫിൻ്റെ അത്രയുള്ളൊരു കറുത്ത തുണി എടുത്ത് കൈകൊണ്ട് വീശുന്നുണ്ട്. ആ വീശിയതിനെയാണ് ഗോവിന്ദനാശൻ എന്നാലുവേ ഗോവിന്ദനാശൻ നിങ്ങളൊരു സംസ്ഥാനത്തിൻ്റെ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ, ഇത്തിരി ഉളുപ്പ് നാണവും ഉത്തരവാദിത്വം ഒക്കെ വേണ്ടേ? വന്നെന്ന് പറയുവാണ് KSUക്കാർ വന്ന് കഴുത്തിന് പിടിച്ചു തിരിച്ചു, കൈക്ക് പിടിച്ചു തിരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉളുപ്പ് നാണം എന്ന് പറയുന്ന ഒരു ഇത്തിരി വേണ്ടേ? എന്നിട്ട് പിന്നെ പുള്ളി അടുത്ത നാടകം എന്ന് മറ്റുള്ളവർ പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് സ്ട്രെച്ചറിലോട്ട് കിടന്ന് മുഖ്യമന്ത്രി പോലും വന്നിട്ടൊന്ന് നൂന്ന് നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് അത്രമാത്രം അവശ്യത അഭിനയിച്ചു. ആ അഭിനയത്തിന് നമ്മളെപ്പോഴും സമ്മതിച്ചു കൊടുക്കുന്നു. കാരണം ഇത്രമാത്രം അഭിനയിക്കാനായിട്ട് ഒരു അഭിനേതാവിന് പോലും കഴിയില്ല. കാരണം അവരും പല റീടേക്ക് എടുക്കണം. ചിലപ്പോൾ ആ കിടത്ത ശരിയാവത്തില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക ഒന്നൊന്നര കിടപ്പായിരുന്നു. ആ കിടത്തയിൽ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കോമൺ സെൻസ് ഉള്ള ഏതൊരു വ്യക്തിക്കും തോന്നുള്ളൂ ഇതെല്ലാം അഭിനയമാണ്.
കാരണം അതെല്ലാം അതുവരെ അവിടെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഇവർ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവരെ ഞങ്ങൾ പരിയാരത്തോട്ട് കൊണ്ടുപോകുന്ന ആ പരിയാരത്തേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ഭയങ്കര തമാശയാണല്ലോ. ഒരു എന്താ പറയുക, ഒരു ബെഡ്ഷീറ്റിനകത്തോട്ട് പൊക്കിയെടുത്ത് ശരീരം ഒന്നും അനങ്ങാതെ അവിടെ കുലുക്കി എന്താ പറയുക, ഈ ഹിമാലയ പർവ്വതം കുലുക്കുന്ന കണക്ക് ശരീരം മുഴുവൻ കുലുക്കി ഓടി ബഹളം വെച്ച് വർത്താനം പറഞ്ഞു നടന്ന ഒരു സ്ത്രീയാണ്. പിന്നെ അനക്കോതെ കൊണ്ടുപോയി അങ്ങനെ പരിയാരത്ത് മെഡിക്കൽ കോളേജിലാക്കി. ഈ പരിയാരത്ത് മെഡിക്കൽ കോളേജിലാക്കി ആ ഒരു ICUവിലൊക്കെ ആക്കി കഴിഞ്ഞിട്ടും എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ICUവിൻ്റെ ഒരു ഡ്രസ്സ് കോഡൊക്കെ ഉണ്ട്. നമ്മളൊരു ICUവിൽ ഒരുപാട് പേഷ്യൻസ് ICU എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, അണുവിമുക്തമായിരിക്കണം. അണുബാധ ഉണ്ടാകുമ്പോൾ അണുവിമുക്തമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിന് നമ്മൾ പച്ച സാധനം ഉണ്ടല്ലോ, അതെല്ലാം പച്ച കോട്ട് പോലുള്ള സാധനങ്ങളൊക്കെ അണിയിച്ചിട്ടാണ് നമ്മളെ ICUവിൽ കിടത്തുന്നത്. പോട്ട് അവരെ ഒന്നും അണിയിച്ചില്ല, അവർ VVIP അല്ലേ, നിങ്ങൾക്ക് പച്ചക്കോട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞെടുത്ത് ദൂരെ കളഞ്ഞ് കാണും. അതൊക്കെ പക്ഷേ ICUവിൽ ഇരുന്നിട്ട് സെൽഫി എടുക്കുന്നു, നഴ്സുമാരോട് സെൽഫി എടുക്കുന്ന ഒരു ക്യാനല പോലും കയ്യിലില്ല. ICUവിൽ സുവാസത്തിന് പോയതാണോ ഈ സ്ത്രീ? അല്ല, ഞാൻ ചോദിക്കുകയാണ്. ഈ എവിടെ പോയി കിടന്നാലും ഇതൊക്കെ നമ്മുടെ കാശാണ്. ഇവിടെ സാധാരണക്കാരൻ്റെ നികുതി കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ് ഇവർ യാത്ര ചെയ്യുന്നതും ഇവർ പെട്രോൾ അടിക്കുന്നതും ഇവർ പോണതും വരുന്നതും എല്ലാം നമ്മുടെ സാധാരണക്കാരൻ്റെ നികുതി പണമാണ്. അത് ഇവർ എന്നിട്ട് ICUവിൽ നഴ്സുമാരുടെ ഞങ്ങൾ ചിരിപ്പിക്കാൻ വേണ്ടിയാണ്, വേദന കൊണ്ട് പുളയുന്ന മന്ത്രിയെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ സാധാരണക്കാരായ മനുഷ്യർക്ക് സഹിക്കാൻ പറ്റാത്ത ദേഷ്യം വരുന്നത്. അപ്പം നമുക്ക് ഈ ദേഷ്യം വരുമ്പോൾ നമ്മൾ ഇതേ കണക്ക് പ്രതികരിക്കാനല്ലേ നമുക്ക് പറ്റത്തുള്ളൂ, വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഇവരുടെ കുറേ നേതാക്കന്മാർ വന്ന് പറയുന്ന ഗീർവാണം എന്നല്ല പറയുന്നത്, ഒരു ഉളുപ്പും നാണവും മാനവും ഇല്ലാതെ സംസാരിക്കുന്ന ഈ സംസാര രീതികൾ എന്തിനാണ്? ബേബി സാർ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ബേബി സാർ, നമ്മുടെ പഴയ വിദ്യാഭ്യാസ മന്ത്രി, ഇപ്പോഴത്തെ CPMൻ്റെ സെക്രട്ടറി. അദ്ദേഹം വന്നിരുന്ന് പറയുവാണ് ഭയങ്കര ക്രൂരമായ ആക്രമണം മന്ത്രിക്ക് നേരെ നടന്നു എന്ന്. നാണമില്ലേ മനുഷ്യ നിങ്ങൾക്ക്? നിങ്ങളെയൊക്കെ നമുക്ക് ബഹുമാനം, ഞങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് മറ്റാന്ന് തോന്നുന്നു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. പിന്നെ അന്ന് ഈ കുഞ്ഞുനാളിൽ നമുക്ക് പറഞ്ഞു പഠിപ്പിക്കുമല്ലോ, വിദ്യാഭ്യാസ മന്ത്രി ആര്, MA ബേബി, വിദ്യാഭ്യാസ മന്ത്രി ആര്, MA ബേബി, അങ്ങനെയൊക്കെയുള്ള നമ്മളിങ്ങനെ പഠിപ്പിച്ച് ആ വരുന്ന കാലഘട്ടം നമുക്കറിയാം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഏതാണ്ട് വലിയ സംഭവമാണെന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് കളഞ്ഞു കുളിക്കുകയാണ്. എന്തോ ഒരു വിവരക്കേടാണ് വന്നിരുന്നത്. എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം എന്താണ് നടന്നത് സംഭവം റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് സംസാരിക്കൂ. ഇതിപ്പം നിങ്ങൾക്ക് പറയുന്ന കണക്ക് എല്ലാം ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നൊക്കെ പറയുന്ന കണക്ക് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നൊക്കെ ഉള്ള ഒരു പഴഞ്ചൊല്ലുകളുണ്ടല്ലോ, അതുപോലെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ആന മണ്ടത്തരമാണ്. എന്തോ ഒരു ഈ CPM എന്ന് പറയുന്ന പാർട്ടി, കാരണം നമ്മൾ ഒരു CPM സഖാവിൻ്റെ മകളായതുകൊണ്ട് തന്നെ നമ്മൾക്കിത് കാണുമ്പോഴുണ്ടല്ലോ ഇത്രയും അതപ്പതിച്ചു പോയല്ലോ, ഒരു നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ എന്ന് ആലോചിക്കുകയാണ്. ഒരു പോലീസ് FIR ഇട്ടിരിക്കുന്നത്. ഈ FIRനകത്ത് എഴുതിയിരിക്കുന്ന തമാശയാണ്. ഈ FIRനകത്ത് എന്തോ ആക്രമിച്ച വിവരം എഴുതിയിട്ടുണ്ട്. മാരകായുധങ്ങളുമായി ചാടി വീണ് കൊല്ലടാ അവളെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ചാടി വീണ് ഉപദ്രവിച്ചു. അതുപോലെ ഗൺമാനെ അടിച്ചു താഴെയിട്ടു, തടഞ്ഞു വെച്ചു, കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പിടി വകുപ്പുകൾ, ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഒരു പിടി വകുപ്പുകൾ ആ പിള്ളേരുടെ മേലങ്ങ് ചുമത്തിയിരിക്കുകയാണ്. അതും കൂടാതെ ഈ നാട് മുഴുവൻ അക്രമം നടത്താൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യാണ് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ. എന്നിട്ട് കുറേ പാർട്ടിയിലെ വലിയ വലിയ നേതാക്കന്മാരാണെന്നും പറഞ്ഞ് കുറേ നാട് മുഴുവൻ ആക്രമിക്കുകയാണ്. കോൺഗ്രസ്സുകാർ കുറേ രൂപ മുടക്കിയിട്ട് അവർ പുതുയുഗ യാത്ര എന്ന് പറഞ്ഞൊരു സംഭവം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ ബോർഡുകൾ ബാനറൊക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം അടിച്ച് തകർക്കുകയാണ്. DCC ഓഫീസ് അടിച്ച് തകർക്കുകയാണ്. എന്തിൻ്റെ പേരിലാണ്? ഒരു പിള്ളേർ കർച്ചീഫ് പോലുള്ള ഒരു കരിങ്കൊടി എടുത്ത് പൊക്കി കാണിച്ചതിന് ഇത്രമാത്രം അക്രമം നടത്തുക എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെയല്ലേ കേസെടുക്കണ്ടേ? ഇവർക്കെതിരെയാണ് കേസെടുക്കേണ്ടത്. ഇതിനൊക്കെ എന്താണ് പ്രൈവറ്റ് സൂട്ടായിട്ട് കോടതിയിൽ ആൾക്കാർ പോവാത്തത് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു പെണ്ണും പുള്ള, അവളെയൊക്കെ എന്താ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഒരുത്തി ചിന്താ ജെറോ എന്ന് പറയുന്ന ഒരുത്തി, ഞാൻ അതിൻ്റെ ഒരു സംഭവം ഇതിനകത്ത് വെച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അമ്മയില്ലാത്ത നേരത്തുണ്ടായ പട്ടികളെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മുദ്രാവാക്യം. എന്തോ ഒരു മര്യാദകളാണ് ഇവർക്കൊക്കെ നാണവും മാനവും ഉളുപ്പുണ്ട്. ഇവളാണോ ഫെമിനിസവും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ, അപ്പം വ്യഭിചാരിയായ അമ്മ എന്നുള്ളതല്ലേ? അപ്പം ഇവളെ എല്ലാം കാറ്റഗറി അങ്ങനെയാണെന്നല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. ഇങ്ങനെയൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നവളുമാരും മുദ്രാവാക്യം ഏറ്റു ചൊല്ലുന്നവളുമാരും എല്ലാം ഈ കാറ്റഗറി പെട്ടവൾമാരാണ്. അതേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം അച്ഛനില്ലാത്ത സമയത്തും അപ്പം അമ്മയ്ക്ക് ഉണ്ടായ പട്ടികളാണോ ഇവളൊക്കെ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്.
ഈ മുദ്രാവാക്യം ഏറ്റുവിളിച്ചവളുമാരും മുദ്രാവാക്യം വിളിച്ചു കൊടുത്തവന്മാരും കൊടുത്തവളുമാരും എല്ലാം ഈ കാറ്റഗറിയിൽ പെട്ടവളുമാരായിരിക്കാം. പക്ഷേ വീട്ടിലിരിക്കുന്ന അമ്മമാരെ ചീത്ത പറയാൻ നമുക്ക് താല്പര്യമില്ല. കാരണം അമ്മ എപ്പോഴും അമ്മ തന്നെയാണ്. അതിപ്പോൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് മക്കൾ ചകഞ്ഞു പോവേണ്ട ആവശ്യം ഉള്ള ഇവളുമാരിനി മക്കൾ അമ്മ എങ്ങനെയാണ് ഞങ്ങളെയൊക്കെ ഉണ്ടാക്കിയതെന്ന് ചിന്തിക്കട്ടെ. അത്രമാത്രം വിവരവും ഉളുപ്പുമില്ലാത്ത കുറേ ജന്മങ്ങൾ. ഇവൾ യൂത്ത് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്നു. ഇവക്കൊക്കെ നാണവും മാനവും ഇല്ലേ? ഇവളൊക്കെ എന്താണ് ചെയ്യുന്നത്? യൂത്ത് കമ്മീഷൻ്റെ ചെയർമാൻ, പിന്നെ എന്താ പറയുക, നല്ല ശമ്പളവും കാറും എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ഇവളെയൊക്കെ പിടിച്ച് അവിടെ ഇരുത്തിയിരിക്കുന്നു. ഇവൾക്കൊക്കെ എന്ത് യോഗ്യതയാണ്? വാഴക്കുല പിന്നെ തിസീസും അവിടുന്ന് ഇവിടുന്ന് മോട്ടിച്ചെടുത്ത കുറേ പിന്നെ തിസീസും മലയാളത്തിൽ എൻ്റെ PhD നേടുന്നു. ഇവളൊക്കെ ജയിച്ചു. ഓരോ ക്ലാസ്സുകളും ഇവളൊക്കെ എങ്ങനെ ജയിച്ചു എന്ന് പോലും നമുക്ക് അതിശയം തോന്നുന്നു. അത്രയ്ക്കും വിവരവും വിദ്യാഭ്യാസം, ഒരു 10 പൈസയുടെ വിവരമില്ലാത്തൊരു സാധനം. ഇങ്ങനെയുള്ള കുറേ എണ്ണമുണ്ട്. ഈ ഇവളുമാരെയൊക്കെ ഒന്ന് വർത്താനം കേട്ടില്ലേ? നമുക്ക് ഇവരുടെയൊക്കെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് താത്വിക അവലോകനം എന്നൊക്കെ പറയുന്ന ആ വർത്താനം കേട്ട് തന്നെ ഇവളെയൊക്കെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കാനാണ് നമുക്ക് തോന്നുന്നത്. മാനം മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ഇവളെന്നിട്ട് ഓരോന്നും ഒരു ഇതിൽ കാണിക്കുന്നു, ചൈനയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. ഇവളെയൊക്കെ ചൈനയിലോട്ട് സത്യം പറഞ്ഞാൽ നാട് കിടത്തണം. ഇവളൊക്കെ ഇവളൊന്നും ഈ കേരളത്തിൽ ജീവിക്കാനായിട്ട് അർഹതയില്ലാത്തവളുമാരാണ്. അത്രേ ഉള്ളൂ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ. എന്തായാലും ഇത്രയും വിവരവും ഉളുപ്പും നാണവും ഇല്ലാത്ത ഈ CPM പാർട്ടിയിലെ ഈ മുഴുത്ത സഹാക്കന്മാരെ ഓർക്കുമ്പോൾ നമുക്ക് സ്വയം ലജ്ജയും നാണവുമാണ് തോന്നുന്നത്. ഒരു പാവപ്പെട്ട ഒരു ചെറുക്കനോ അവന്മാർ കരിങ്കൊടി കാണിച്ചു, അത് അവന്മാരുടെ ജനാധിപത്യ പ്രതിഷേധമാണ്. അതിനൊരു വിത്തൻ്റെ വീട് പാതിരാത്രിയിൽ ബോംബെറിഞ്ഞ് അവനെ കൊല്ലാൻ പോകുന്നു, അവനെ കൊല്ലുമെന്ന് പിന്നെ അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് മുദ്രാവാക്യം വിളിക്കുന്നു, വെല്ലുവിളിക്കുന്നു, ചാറ്റ് വന്നിരിക്കുന്നു, അവൻ എവിടാണ്, അവനെ കൊല്ലണമെന്ന്. DP ചന്ദ്രശേഖരനെയൊക്കെ വെട്ടിക്കൊന്നാണെങ്കിൽ ഇവിടുത്തെ KSUക്കാർ പ്രതിഷേധിക്കുന്ന KSUക്കാരെയും കോൺഗ്രസ്സുകാരെയൊക്കെ വെട്ടിക്കൊല്ലാൻ, അല്ലെ നാട്ടുകാരെ വെട്ടിക്കൊല്ലാനാണ് ഉമാരെ പ്ലാനെങ്കിൽ ഉമാരത് എവിടെ ചെന്ന് അവസാനിക്കും, എന്താവും കേരളത്തിൻ്റെ സ്ഥിതിയെന്ന് മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാം നല്ലതാവട്ടെ. എന്തായാലും നമ്മുടെ മന്ത്രിയെ തിരിച്ചു കിട്ടട്ടെ. ആരോഗ്യമന്ത്രി ഇപ്പോൾ വീട്ടിലുണ്ടെന്നും പറഞ്ഞതുണ്ട്. അറിയിപ്പുമായിട്ട് പത്തനംതിട്ടയിലെ വീട്ടിൽ അറിയിപ്പുമായി മന്ത്രിയുടെ ഓഫീസ്. കാരണം ട്രോൾ ഇറങ്ങിയപ്പോഴത്തേക്കും മന്ത്രി വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തോട്ട് റെഫർ ചെയ്ത മന്ത്രി എന്തിനാണ് വീട്ടിൽ പോയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും മന്ത്രി വീട്ടിലുണ്ടെന്നും പറഞ്ഞ് അറിയിപ്പ് വന്നു. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഏഷ്യാനെറ്റ് വിനു വി ജോണിൻ്റെ വാർത്തയുടെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോഴാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ മന്ത്രി വീട്ടിലുണ്ട് എന്നാണ്. മാർച്ച് 2 വരെയുള്ള പരിപാടികളെല്ലാം റദ്ദാക്കി മന്ത്രി വീട്ടിൽ വിശ്രമത്തിലാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും മന്ത്രിയെ കണ്ടു കിട്ടി ഗൈസ്. വീഡിയോയുടെ അവസാനമെങ്കിലും എനിക്കത് പറയാൻ സാധിച്ചു. ഓക്കെ ഗൈസ്.